എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാർ 50.14 ലക്ഷം, 50,14,000 ആളുകളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാർ. പെൻഷൻകാർ 69 ലക്ഷം. സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാർ 2025 കണക്കനുസരിച്ച് ഈ ആംഡ് ഫോഴ്സ്, സൈന്യവും അർദ്ധസൈനികവും ഒഴിച്ച് 37 ലക്ഷം ജോലിക്കാരാണ് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളത്. അതിൽ 13 ലക്ഷം പേര് ഇന്ത്യൻ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് 18% തസ്തികകൾ വെട്ടിക്കുറച്ചു. പണ്ട് തസ്തികകൾ വെട്ടിക്കുറച്ച ഉടനെ അവിടെ സമരം ചെയ്യുമായിരുന്നു, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ സമരം ചെയ്യുമായിരുന്നു. ഇന്ന് സമരം ചെയ്യാമെന്ന് വെച്ചാൽ തീരുമാനം എടുത്തിട്ട് കേരളത്തിൽ വരണം. കാരണം കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഈ കൊടി പൊക്കി പിടിച്ച് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയാൽ നടു അടിച്ചൊടിച്ചു വിടും. ഒരു മയവും ഇല്ല, പൂശിയാക്കാനേ പറയുള്ളൂ, അടിയുടെ പെരുന്നാൾ. അതുകൊണ്ട് സമരം വല്ലതും ചെയ്യണമെങ്കിൽ അവിടുന്ന് നേരെ കയറി ഇങ്ങോട്ട് വരും. കേന്ദ്ര ഗവൺമെൻറ് ഒരു വർഷം കൊണ്ട് ശമ്പളമായിട്ട് കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നത് 3.5 ലക്ഷം, 3.5 ലക്ഷം കോടി രൂപയാണ്. പെൻഷനായിട്ട് കൊടുക്കുന്നത് 2.5 ലക്ഷം കോടി രൂപയാണ്. ഏതാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൂടെ കൊടുക്കുന്നത് കൂട്ടിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 30% താഴേ ഉള്ളൂ. അത് 8ാം ശമ്പള കമ്മീഷൻ 28% കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരുടെ DA കൂട്ടാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. എത്ര കൂട്ടുമെന്ന് നമുക്കറിയത്തില്ല. 7% കൂട്ടുമെന്നാണ് അനുമാനം. ഇതിനു മുമ്പൊക്കെ അങ്ങനെയാണ് കൂട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ആഴ്ചയിൽ 5 ദിവസം ജോലി എടുക്കുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രീതി ശമ്പളവും വേണമെന്ന് ആവശ്യപ്പെടുകയോ അതിനുള്ള ഏതാണ്ട് കളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ നിലവിലുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തന്നാൽ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാർ പോകുന്ന പോലെ ഓൾ ഇന്ത്യയിൽ പോയി ജോലി ചെയ്തോളൂ. UP-യിലൊക്കെ 20 മണിക്കൂർ വരെ ജോലി ചെയ്തിട്ടാണ് ഈ ഒഫീഷ്യൽസ് അവരുടെ കഴിവ് തെളിയിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, കേന്ദ്ര ശമ്പളം ചെന്നാൽ അങ്ങനെ ജോലി ചെയ്ത് പ്രൊഡക്റ്റിവിറ്റി, ഉൽപ്പാദനം ഉണ്ടാക്കുമോ? നിങ്ങൾ ശമ്പളവും ജോലി ദിവസവും മാത്രം പോരല്ലോ, ബാക്കി കാര്യങ്ങൾ നടക്കുമോ? ഒരു ഉദാഹരണം പറയാം. ഒരു UGC പ്രൊഫസർക്ക് പഠിപ്പിക്കുന്ന പല കുട്ടികളോടും ചോദിക്കുമ്പോൾ ഇവർ ആവറേജ് ക്ലാസ് എടുക്കുന്നത് ഒരു ദിവസം 2 മണിക്കൂറാണ്. ഇവരുടെ നിലവിൽ ഇപ്പോൾ ശമ്പളം 2 ലക്ഷം. 38% വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണ് 76,000 രൂപ. ഈ ക്ലാസ് മുഴുവൻ എടുക്കുന്നത് ആരാണെന്നറിയോ? മിക്കവാറും ഉള്ള കോളേജിലെല്ലാം ഗസ്റ്റ് ലെക്ചർമാരാണ് ക്ലാസ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ട്യൂഷൻ സാറുമാരാണ്, ട്യൂഷൻ ആശാന്മാർ. ഗസ്റ്റ് ലെക്ചർമാർ എന്തുമാത്രം പേരാണെന്നറിയാമോ? എനിക്ക് വോയിസ് ക്ലിപ്പ് അയക്കുകയും എന്നെ ഫോൺ വിളിക്കുകയും ചെയ്യുന്നത്, സാറേ ഞങ്ങൾ മണിക്കൂറുകൾ ക്ലാസ് എടുക്കുക, ഇവന്മാർ വെറുതെ ഓഫീസിൽ വന്ന് കുത്തിയിരിക്കുകയുള്ളൂ, എന്നിട്ട് ഇവന്മാർക്ക് ഈ കാശ് മുഴുവൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 മണിക്കൂർ ക്ലാസ് എടുക്കുന്നവർക്ക് ഈ 2 ലക്ഷത്തിൻ്റെ കൂടെ 38% കൂടെ വർദ്ധിപ്പിച്ച് അത് 2 വർഷം മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കണമെന്ന് പൊതുജനം പറയാ കാര്യത്തിൽ. തമിഴ്നാട്ടിലാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പ്രൊജക്റ്റുകൾ തീർക്കാൻ 16 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പ്രൊജക്റ്റും ഇല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗവും ഇല്ല, യാതൊരു കാര്യവുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറ. ഇനി കേരളത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ധനമന്ത്രി പറഞ്ഞു 1.82 ലക്ഷം കോടി രൂപയാണ് വരുമാനം. GDP 14 ലക്ഷത്തിൽ താഴെ ഉണ്ടെങ്കിലും സർക്കാരിലേക്ക് നെറ്റ് കിട്ടുന്ന വരുമാനം 1.82 ലക്ഷം കോടിയാണ്. പക്ഷേ ശമ്പളവും പെൻഷനൂടെ ഏതാണ്ട് 1 ലക്ഷം കോടി അടുത്തങ്ങ് പോകും. ശമ്പളവും പെൻഷനൂടെ പലിശയും കൂടെ കൊടുക്കാനുള്ളത് കൊടുക്കുമ്പോഴത്തേനും സംവിധാനം മൊത്തം തീരും. കേന്ദ്രം ഒരു വർഷം കൊണ്ട് ശമ്പളവും പെൻഷനുമായിട്ട് 119.4 ലക്ഷം ആളുകൾക്ക്, 40 ലക്ഷം ആളുകൾക്ക്, അതായത് 50.14 ലക്ഷം ശമ്പളക്കാർക്കും പിന്നെ 69 ലക്ഷം പെൻഷൻകാർക്കും ഉൾപ്പെടെ 119.14 ലക്ഷം പേർക്ക് ടോട്ടൽ കൊടുക്കുന്നത് 6 ലക്ഷം കോടി രൂപയാണ്. ശമ്പളവും പെൻഷനും എല്ലാം കൂടി ആയിട്ട് കേരളത്തിൽ ഇത് 6.5 ലക്ഷം ഉദ്യോഗസ്ഥന്മാർക്കും 6.25 ലക്ഷം പെൻഷൻകാർക്കും കൂടെ കൊടുക്കുന്നത് ഏതാണ്ട് 1 ലക്ഷം കോടി. കേന്ദ്രത്തിൽ കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 9 ലക്ഷം കോടി വരണം. കേന്ദ്രത്തിൽ അത് പക്ഷേ 6 ലക്ഷം കോടിയേ ഉള്ളൂ. കേരളത്തിൽ കൊടുക്കുന്ന രീതിയിലാണ് കേന്ദ്രം കൂടെ കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് 9 ലക്ഷം കോടിയിലേക്ക് വരും. പക്ഷേ 6 ലക്ഷം കോടിയേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചോദ്യം, കേന്ദ്ര ശമ്പളം വേണം, ആഴ്ചയിൽ 5 ദിവസം അവധി വേണം, കേന്ദ്രം കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വേണം എന്നൊക്കെ ഇവർ പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് ഇല്ലേ? ഇവർക്കിപ്പോൾ കൊടുക്കുന്ന ശമ്പളവും പെൻഷനും വെച്ച് കണക്ക് കൂട്ടിയാൽ കേന്ദ്രത്തിന് 9 ലക്ഷം കോടി ഉണ്ടെങ്കിലേ ഒരു വർഷം കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കേന്ദ്രം ഇപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 6 ലക്ഷം കോടിയേ കൊടുക്കുന്നുള്ളൂ ഇവർ കൊടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ. അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നൊക്കെ റിട്ടയർഡായ ജോലിക്കാർക്കൊക്കെ കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷൻ വെച്ച് നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർഡായ ആളുകൾക്ക് ലഭിക്കുന്ന പെൻഷൻ, അതായത് വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഇത് സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാർ വരെ ഉണ്ട്.
സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഈ 50.14 37 ലക്ഷം, ഏതാണ്ട് 13 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥന്മാർ സൈനികരാണ്. അവരുടെ പെൻഷൻ വരെ ഉൾപ്പെടുമ്പം ഇത് 6 ലക്ഷം കോടിയിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു കാര്യം ഇപ്പോൾ യു പിയിൽ നിന്ന് അറിഞ്ഞതനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനോടും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരോടും ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് ഒന്ന് വെളിപ്പെടുത്താമോ? സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിക്കട്ടെ, ഉദ്യോഗസ്ഥന്മാരുടെ സ്വത്ത് വെളിപ്പെടുത്തണം എന്ന് യു പിയിൽ ഇറക്കിയതുപോലെ കർശനമായ ഒരു ഓർഡർ ഇറക്കാവോ? ഉദ്യോഗസ്ഥന്മാരുടെ സ്വത്ത് ഇവർ സർവീസിൽ കയറുമ്പോൾ ഇവർക്ക് എന്തുണ്ട് എന്ന് ഇവർ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇവരുടെ സ്വത്ത് എത്രയുണ്ട് ഒന്ന് വെളിപ്പെടുത്താമെങ്കിൽ, അങ്ങനെ ഒരു റൂള് കർശനമായിട്ട് കൊണ്ടുവരാമെങ്കിൽ ഇവർ കൊടുക്കും. അപ്പോൾ അതോടുകൂടി ഇവർ കേന്ദ്രത്തിൻ്റെ രീതിയിലുള്ളതാണെന്നും പറഞ്ഞുള്ള ചോദ്യവും നിർത്തും, സമരവും നിർത്തും. ഈ പ്രാവശ്യം സോഷ്യൽ മീഡിയ ഇതിനെതിരെ ശക്തമായിട്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകിടം മറിഞ്ഞ് നിൽക്കുകയാണ്. 1 രൂപയ്ക്കകത്ത് പോലും വൃത്തികേട് കാണിക്കരുത്, തോന്നിവാസം അനുവദിക്കുകയില്ല എന്ന് സോഷ്യൽ മീഡിയ ശക്തമായിട്ട് ബലം പിടിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇച്ചിരി പുറകോട്ട് പോയത്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് 38% ശമ്പള വർധന 2 വർഷം മുൻകാല പ്രാബല്യത്തോടെ ഉണ്ടാക്കി വെക്കാൻ റെഡിയായിരുന്നു. എങ്ങനെ കൊടുക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ട് പോകാനുള്ള ഒരു സംവിധാനമായിരുന്നു. പക്ഷേ അതിന് ഇപ്പോൾ ഒരു ശകലം പേടി വന്നിട്ടുണ്ട്, ഇത് മുന്നോട്ട് കളിച്ചാൽ കോടാവുമോ, ഇത് പ്രശ്നമാകുമോ എന്ന്. ഈ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തണം എന്ന് കൃത്യമായിട്ട് ഒരു ഓർഡർ ഇറക്കി, അതിനൊരു ഡെഡ് ലൈൻ ടൈമും കൊടുത്ത് അന്വേഷിക്കാമെങ്കിൽ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥന്മാരും കൊടുക്കും. ഈ അധ്യാപകന്മാർ മാത്രമേ ഇതിനകത്ത് കൊടുങ്ങാതെ ഒഴിവാകുള്ളൂ. ബാക്കി ഒരുമാതിരിപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, PWD ഇങ്ങനെയൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ 90% കൊടുക്കും. സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവരും കൊടുക്കും നല്ലൊരു ശതമാനം. അതുകൊണ്ട് കണക്കുകൾക്കകത്ത് ഇത്രയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊരു വ്യത്യാസമുണ്ട് എന്ന് പൊതുജനത്തെ ധരിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.